കൂട്ടുകാരെല്ലാവർക്കും സുഖല്ലേ? നമ്മള് കുഞ്ഞനയില വറ്റിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് വറ്റിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലാവുന്ന കറിയാണ്. എന്നിട്ട് നമ്മളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളി കറിവേപ്പില കൊടമ്പുളി ഇത്രയും സാധനങ്ങൾ മതി. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളിയോ മൺചട്ടിയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടി ചേർക്കണ്ട, ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ നന്നായിട്ട് പൊട്ടിയെടുത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത്. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒരു 5 മിനിറ്റ് മാത്രം വഴറ്റി കൊടുത്താൽ മതി. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് അതിന്റെ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമ്മള് തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാണ്. നമ്മളിതിൽ ഉള്ളിയോ ചെറിയുള്ളിയും വലിയുള്ളിയും ഒന്നും ചേർക്കുന്നില്ല, തക്കാളി മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ വറ്റിച്ചെടുത്താൽ അയില. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉലുവേന്റെ ഒക്കെ ഒരു മണം എല്ലാ സ്ഥലത്താവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് വെന്തുടയാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് തക്കാളി വേഗം വെന്തിട്ടും. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി എല്ലാം ഒന്ന് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഇട്ട് മീൻകറി വെക്കുമ്പോൾ ഈ തക്കാളി വാട്ടുമ്പോൾ തന്നെ നല്ലൊരു മണാണ്. നമ്മള് ഉള്ളിയൊക്കെ ഇടുമ്പോഴുള്ള ആ മണല്ല, നല്ലൊരു മണമായിരിക്കും. ഒരു അച്ചാറിന്റെ ഒക്കെ ഒരു പോലത്തെ ഒരു നല്ലൊരു മണാണ്. ഞാൻ അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി മുളക് പൊടി അല്ല. സാധാരണ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റി വരണം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട, നമ്മളിത് വറ്റിച്ചെടുക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പൊടികളെല്ലാം നന്നായിട്ട് ആടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പൊ കുറച്ച് വെള്ളം ചേർത്തിട്ട് മസാല എല്ലാം ഒന്ന് കട്ട പിടിച്ചെടുക്കുന്നൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പുളിക്ക് ആവശ്യമുള്ള 2 കുടംപുളിയാട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള കുടംപുളിയാണ്, കൊണ്ട് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം, തിളച്ചൊന്ന് കുറുകി വരണം. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ്, ഈ സമയത്ത് നമ്മൾ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. മീൻ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കും, മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പൊ നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട്
എല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പും പുളിയും എല്ലാം പാകമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുഞ്ഞ് അയിലക്കുട്ടികളെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ അയിലക്കുട്ടികളായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. വലുതിനെയും കാട്ടി കുറച്ചും കൂടി ടേസ്റ്റ് ആണ് ഈ ചെറിയ അയിലക്കുട്ടികൾ കറി വെച്ചാല്. നമ്മൾ തലയോടെയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ സൈഡിലുള്ള അതിന്റെ വേസ്റ്റ് എല്ലാം നമ്മൾ കളഞ്ഞിട്ട് തലേന്റെ ഉള്ളൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതാണ്. ചെറിയ അയിലക്കുട്ടികളാകുമ്പോൾ നമ്മളെ തല അങ്ങനെ മുറിച്ചളയേണ്ട ആവശ്യമില്ല. അതിന്റെ ഉള്ളിട്ട് വേസ്റ്റ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി. എല്ലാ മീനുകളും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഈ മഴേന്റെ സമയം കൊണ്ട് എല്ലാം ചെറിയ അയിലക്കുട്ടികളും മത്തിയൊക്കെ ചെറുതായിട്ട് നന്നായിട്ട് കിട്ടുന്ന സമയമായത് കൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ അയിലകളും മത്തിയൊക്കെ കുറെ വരുന്നുണ്ട് ഇങ്ങനെ ചെറുത്. എന്നിട്ടൊന്ന് ഉടയാത്ത പോലെ നമ്മുടെ ഈ പുളിമുളകൊക്കെ എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ ഒന്ന് ഉടയാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വറ്റിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടുമ്പോൾ നമ്മളിത് കറി പോലെ ആയി പോകും. നമുക്ക് ചാറ് ആവശ്യമില്ല, വറ്റിച്ചെടുക്കാണ്. ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ചാറൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന്റെ മേലെ കുറച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് തളയൊക്കെ ഒന്ന് നിന്ന് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ തൂവി കൊടുക്കാനായിട്ട്. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പച്ചവെളിച്ചെണ്ണ തൂവി കൊടുക്കണ്ട. തളയൊക്കെ നന്നായിട്ട് നിന്ന് വരുമ്പോൾ തൂവി കൊടുത്താൽ മതി. ഇവിടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള അയില വറ്റിച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.